ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്, പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിന്. നമ്മൾ ഒരു ടെക്കി ചാനലാണെങ്കിൽ ഇപ്പോൾ ഫോണിൽ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അതിൽ നിന്ന് തന്നെ നമ്മുടെ ഓഡിയോ, നമ്മുടെ മൈക്രോഫോണിലെ ഓഡിയോ അത് എങ്ങനെ എനേബിൾ ചെയ്യും, അതും വിവോ Y11 ഫോണിൽ. ഈ ഫോണിൽ എങ്ങനെ ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. അത് എങ്ങനെ ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എസ് ക്യാപ്ചർ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് താഴേക്കൊന്ന് കുറച്ച് സ്ക്രോൾ ചെയ്താൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. അത് റെക്കോർഡ് വോയിസ് എന്നതുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ഈ റെക്കോർഡ് വോയിസ് ഇനാബിൾ ചെയ്യുമ്പോൾ നമുക്ക് മൈക്രോഫോൺ നോൺ 3 ഓപ്ഷൻസാണ് ലഭിക്കുക. അതിൽ നോൺ മൈക്രോഫോൺ സൗണ്ട് ആൻഡ് ഇൻറ്റേർണൽ സൗണ്ട് മീൻസ് നോൺ മീൻസ് സാധാ നമ്മളുടെ ഒരു സ്ക്രീൻ റെക്കോർഡായി. മൈക്രോഫോൺ സൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ഉള്ളപ്പോൾ തന്നെ നമ്മളുടെ ശബ്ദം, നമ്മുടെ ഓഡിയോ അതിലേക്ക് ആഡ് ചെയ്യപ്പെടും. ഇനി ഇൻറ്റേർണൽ സൗണ്ട് ഇൻറ്റേർണൽ ഓഡിയോ ആണെങ്കിൽ അത് അപ്പോൾ നമ്മളൊരു വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൗണ്ടായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ റെക്കോർഡ് വോയിസ് എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ 3 ഓപ്ഷൻസ് ലഭിക്കും. അതിൽ നമുക്ക് നമ്മളുടെ സൗണ്ട് ലഭിക്കേണ്ടതെന്ന് മൈക്രോഫോൺ സൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി തുടർന്ന് നമ്മൾ ബാക്ക് അടിച്ച് പോകാം. ഇനി താഴത്തേക്ക് സ്ക്രോൾ ടാപ്പ് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് എസ് ക്യാപ്ചർ